കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ശമരിയിൽ ക്ഷാമം. അരാം രാജാവായ ബെൻഹദദ് ശമരിയെ തൻ്റെ ശക്തമായ സൈന്യത്തെ കൊണ്ട് ആക്രമിക്കുവാനായി ചുറ്റും വളഞ്ഞു നിൽക്കുന്നൊരു കാലം. അവിടെ വലിയ ഉപരോധമാണ്. ശമരിയിലേക്ക് സാധനങ്ങളൊന്നും ചെല്ലുന്നില്ല. അവിടുന്ന് ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ശമരിയ പട്ടണത്തിനുള്ളിൽ വലിയ ക്ഷാമം. എന്നാൽ ജീവനദൈവം ക്ഷാമം മാറ്റി. അതേ പ്രിയരെ, ക്ഷാമം മാറ്റുന്നൊരു ദൈവമുണ്ട്. ക്ഷാമം മാറ്റി ക്ഷേമം നൽകുന്നൊരു ദൈവമുണ്ട്. ദാരിദ്ര്യം മാറ്റി സമൃദ്ധി തരുന്നൊരു ദൈവമുണ്ട്. പാപം മാറ്റി വിശുദ്ധ ജീവൻ തരുന്ന ഒരു ദൈവമുണ്ട്. അശുദ്ധി മാറ്റി വിശുദ്ധി തരുന്ന ദൈവം. അഹങ്കാരം മാറ്റി എളിമ തരുന്നൊരു ദൈവം. സ്തോത്രം. ഈ ദൈവത്തിന് അസാധ്യമായത് എന്തുണ്ട്? ഒന്നുമില്ല. രോഗം മാറ്റി സൗഖ്യം തരുന്ന ദൈവം, മരണം മാറ്റി ജീവൻ തരുന്ന ദൈവം. ഇതെല്ലാം ഒരു കെട്ടുകഥ പോലെ പറയുന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇനിയും സംഭവിക്കും. ഇന്ന് ഈ തിരുവചനത്തിലെ വാക്കുകൾ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കി ചില അസാധ്യ കാര്യങ്ങളെ നോക്കി നിങ്ങൾ നെടുവേർപ്പെടുകയാണോ? ഇത് സാധിക്കുമോ എന്നുള്ളതായ ഒരു ചോദ്യചിഹ്നവുമായി നിങ്ങൾ അസാധ്യമായ കാര്യങ്ങളിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണോ? യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ, ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. മോനെ, നിനക്ക് അസാധ്യമാണ്, മനുഷ്യർക്ക് അസാധ്യമാണ്. പക്ഷേ ദൈവത്തിന് സകലവും സാധ്യമാണ്. ശകലമല്ല, സകലവും. സ്തോത്രം. ദൈവത്തിന് മുഴുവൻ സാധ്യമാണ്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഇതൊരു വെറും പ്രസ്താവനയല്ല. ഇത് ഏതെങ്കിലും നേതാക്കന്മാർ പറയുന്നത് പോലെ ചില മോഹന വാഗ്ദാനങ്ങളുമല്ല. ജീവനുള്ള ദൈവം പ്രവർത്തിച്ച് കാണിച്ചിട്ടുണ്ട്. എല്ലാ മേഖലകളിലും, രോഗത്തിൻ്റെ മേഖലകളിൽ, മരണത്തിൻ്റെ മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ, ആത്മീയ മേഖലകളിൽ, ഭൗതിക മേഖലകളിലെല്ലാം ജീവനുള്ള ദൈവം അങ്ങനെയൊക്കെ പ്രവർത്തിച്ചത് വേദപുസ്തക ചരിത്രമാണ്, അനേകരുടെ അനുഭവമാണ്. ഇവിടെ ശമരിയിലെ ക്ഷാമം മാറ്റാൻ ജീവനുള്ള ദൈവം തൻ്റെ കരങ്ങൾ ഉപയോഗിച്ച് ശമരിയിലെ രാജാവിനേ അല്ല. അദ്ദേഹം ഒരുപക്ഷെ ആ ദൈവപ്രവർത്തികൾക്കൊക്കെ കുറച്ച് എതിരായിട്ടാണ് വേദപുസ്തകത്തിൽ ഇവിടെ എഴുതി സൂചിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ 4 കുഷ്ഠരോഗികളെ ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചു. കർത്താവിന് സ്തോത്രം. സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിച്ച് സമൂഹം ഒറ്റപ്പെടുത്തിയിട്ടിരിക്കുന്നവരെ കൊണ്ട് ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഞാൻ ചിന്തിക്കാറുണ്ട്, അത് ദൈവത്തിൻ്റെ ഒരു ത്രില്ലാണ്, അല്ലേ? ഒരു ചലഞ്ചാണത്. സമൂഹത്തിൽ എല്ലാവരും ഒറ്റപ്പെടുത്തി ഭ്രഷ്ട് കൽപ്പിച്ച് സൈഡ് ട്രാക്ക് ചെയ്തിരിക്കുന്നവരെ ദൈവം കരങ്ങളിലെടുത്ത് ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട്, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് ഏതെങ്കിലും കാര്യത്തിൽ ജീവിതത്തിൽ കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്, പോരായ്മകളുണ്ട്, അല്ലെങ്കിൽ എനിക്കത് സാധിക്കുമോ എന്നോർത്ത് ചിന്തിച്ച് നിരാശപ്പെട്ട് തളർന്നിരിക്കുന്നവരാരെങ്കിലും ഇന്ന് ഈ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ബലപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിലൊരു കാര്യം പറയാം. നിങ്ങളിൽ ജീവനുള്ള ദൈവം ഇറങ്ങി നിന്നാൽ ദൈവത്തിന് വൻ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. മകനെ, അത് നിൻ്റെ പാരമ്പര്യം നോക്കാതെ, നിൻ്റെ പിതാക്കന്മാരുടെ അവസ്ഥ നോക്കാതെ, നിൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം നോക്കാതെ, പരിശുദ്ധാത്മാവ് നിന്നിൽ ഇറങ്ങി നിന്നാൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ വെളിപ്പെടും. സ്തോത്രം. ഈ ശക്തി വെളിപ്പെട്ടാൽ സൂപ്പർ നാച്ചുറൽ നടക്കും, അല്ലേ? ആ കന്യകയായ ഒരു യുവതി, ആ യുവതിയുടെ മേൽ അത്യുന്നത ശക്തി വെളിപ്പെട്ടു. എന്ത് സംഭവിച്ചു? അതുവരെ സംഭവിക്കാത്തൊരു കാര്യം. പരിശുദ്ധാത്മാവിനാൽ ആ സ്ത്രീ ഗർഭിണിയായി. അങ്ങനെയാണ് യേശു ഗർഭസ്ഥനായത്, പിന്നീട് യേശു ജനിക്കാനിടയായത്. ഒരത്ഭുതമല്ലേ? അല്ലവരെ, ഒരു മഹാത്ഭുതമല്ലേ? ലോകമുണ്ടായ കാലം മുതൽ സംഭവിക്കാത്തൊരു വലിയ കാര്യം. ഒരു പാവപ്പെട്ട പെൺകുട്ടിയിൽ അത്യുന്നത ശക്തി നിഴലിട്ടപ്പോൾ അവിടെ പരിശുദ്ധാത്മാവിനാൽ ഒരു ശിശു ഗർഭസ്ഥനായി. ശാസ്ത്രത്തിന് അംഗീകരിക്കാൻ പറ്റുമോ? മെഡിക്കൽ സയൻസ് അത് അംഗീകരിക്കുമോ? മെഡിക്കൽ സയൻസ് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, ശാസ്ത്രം അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ദൈവം പ്രവർത്തിക്കും. സ്തോത്രം. പോകട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ശമരിയിലെ ക്ഷാമം മാറ്റാൻ ജീവനുള്ള ദൈവം തൻ്റെ പ്രവാചകനിലൂടെ ഒരു അരുളപ്പാട് കൊടുത്തു. എന്താണ് അരുളപ്പാട്? രാജാക്കന്മാർ 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അപ്പോൾ ഏലീശ, യഹോവയുടെ അരുളപ്പാട് കേൾപ്പീൻ,
നാളെ ഈ നേരത്ത് ശമര്യയുടെ പടിവാതിക്കൽ ശേക്കലിന് 1 സെയ ഗോതമ്പുമാവും ശേക്കലിന് 2 സെയ യവവും വിൽക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു എന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞത് പ്രവാചകന്റെ വാക്കുകളല്ല, ജീവുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രവാചകൻ പറയുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ നടന്നിരിക്കും. പക്ഷേ അന്നത്തെ രാജാവിൻ്റെ അകമ്പടി നായകനൊന്നും ഇത് അംഗീകരിക്കുന്നതായിട്ട് കാണുന്നില്ല. പ്രത്യേക അകമ്പടി നായകൻ പറയുകയാണ്, രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട് നേരിട്ട് പറയുകയാണ്, വെല്ലുവിളിച്ചുകൊണ്ട് പറയുകയാണ്, യഹോവ ആകാശത്തിലെ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും നീ യഹോവ അരുളിച്ചെയ്യുന്നു പറയുന്ന ആ യഹോവയുണ്ടല്ലോ, ആ യഹോവ ആകാശത്തിലെ മുഴുവൻ കിളിവാതിലുകൾ തുറന്ന് ഭൂമിയിലേക്ക് നന്മകളും അനുഗ്രഹങ്ങളും വർഷിപ്പിച്ചാലും ഈ കാര്യം സാധിക്കുമൊന്നുമില്ല. ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു. പക്ഷെ പ്രവാചകൻ എടുത്തു പറഞ്ഞു, ഉറപ്പിച്ചു പറഞ്ഞു. പ്രവാചകൻ പറയുകയാണ്, നിന്റെ കണ്ണുകൊണ്ട് നീ ഇത് കാണും, പക്ഷേ നീ അതിൽ നിന്ന് തിന്നുകയില്ല, നിനക്ക് തിന്നാൻ പറ്റുകയില്ല. പ്രവചനം വിശ്വസിച്ചില്ലെങ്കിൽ മറ്റുള്ളവരിൽ പ്രവചനം നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ പ്രവചനം നിവൃത്തിയാകുകയില്ല. ഇതൊരാത്മീയ സത്യമാണ്. മോനെ, നീ ദൈവത്തിൻ്റെ പ്രവചനവും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും വിശ്വസിച്ചില്ലെങ്കിൽ നിന്റെ മേലത് നിവൃത്തിയാകുകയില്ല. പക്ഷേ അനേകരുടെ ജീവിതത്തിൽ നിവൃത്തിയാകുന്നത് നിനക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എന്ത് പ്രയോജനം? കാണാൻ പറ്റും എന്നുള്ളതുകൊണ്ട് പ്രയോജനമാകുന്നില്ല. കാണാം, ഇത് സത്യമാണെന്ന് മനസ്സിലാക്കാം, പക്ഷേ സ്വന്തം ജീവിതത്തിൽ അനുഭവിക്കണം. അതിന് എന്ത് വേണം? വിശ്വാസം വേണം. പ്രവചനത്തിൽ വിശ്വസിക്കണം. ഹല്ലേലൂയ. ദൈവനാമത്തിൽ പ്രവാചകന്മാരിൽ വിശ്വസിക്കണം. കർത്താവ് ആക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ ശുശ്രൂഷകരിൽ വിശ്വസിക്കണം. നിങ്ങൾ ഇതിൻ്റെ പാവം ദൈവത്തിൻ്റെ വേലക്കാരെ എതിർക്കണം, അവരെ ഉപദ്രവിക്കണം, വെറുതെ എന്തിന് ദോഷങ്ങൾ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തണം? സ്വന്തം ജീവിതത്തിലെ നന്മകൾ തടുത്തു കളയണം. കർത്താവിന് സ്തോത്രം. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അന്ന് കുഷ്ഠരോഗികളായ 4 ആൾ പടിവാതിക്കൽ ഇരിക്കുകയാണ്. അവർ തമ്മിൽ അവർ പറയുകയാണ്, നാം ഇവിടെ കിടന്നാൽ മരിക്കും, പട്ടണത്തിൽ പോയാൽ അവിടെയും മരിക്കും. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, അരാമയ പാളയത്തിലേക്ക് ചെല്ലാം. അവരെന്തെങ്കിലും ഒരു സഹായം ചെയ്താൽ, അവരുടെ ഭക്ഷണത്തിൻ്റെ ബാക്കി എന്തെങ്കിലുമൊക്കെ തന്നാൽ നമുക്ക് തിന്നാം. ഇനി അവർ പിടിച്ച് കൊല്ലുവാണെങ്കിൽ കൊല്ലട്ടെ. അവർ ധൈര്യം സംഭരിച്ച് അവർ ഒരു പുതിയ ഡെഡിക്കേഷൻ എടുത്തു, സമർപ്പണം. മാത്രമല്ല, എടുത്ത സമർപ്പണത്തിൽ പലരും അങ്ങനെയാണ്, സമർപ്പണം എടുക്കും, പക്ഷെ അത് പാലിക്കുകയില്ല. പക്ഷേ ഈ കുഷ്ഠരോഗികൾ അത് പാലിച്ചു. അവരിറങ്ങി പുറപ്പെട്ടു. മകനെ, ഞാനൊരു സത്യം നിന്നോട് പറയാം, നീ ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് നിൻ്റെ മേൽ അനുഗ്രഹം വരുന്നത്. പലരും അങ്ങനെയല്ല, ആ ദൈവം ആദ്യം എന്നെ അനുഗ്രഹിക്കട്ടെ, പിന്നെ ഞാൻ ഇറങ്ങി പുറപ്പെടാം. ഒരുപക്ഷേ നിൻ്റെ ആയുസ്സിൽ അത് നടക്കണമെന്നില്ല. നീ ഇറങ്ങി പുറപ്പെടുമ്പോൾ, ജീവനുള്ള ദൈവത്തെ വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെടുമ്പോഴാണ് ദൈവം പലപ്പോഴും മിക്കപ്പോഴും പ്രവർത്തിക്കുന്നത്. സ്തോത്രം. ഇറങ്ങുക പ്രിയരെ. എന്ത് നഷ്ടപ്പെടാനെന്നാണ് നിങ്ങൾ പറയുന്നത്? യേശുക്രിസ്തുവിന് വേണ്ടി ജീവിതം വർദ്ധിച്ചാൽ എന്ത് നഷ്ടപ്പെടും? കുറേ പാപങ്ങൾ, മറ്റൊന്നും നഷ്ടപ്പെടുകയില്ല. കുറേ തിന്മകൾ നഷ്ടപ്പെട്ടു പോകും, കുറേ വേണ്ടാദിനങ്ങൾ നഷ്ടപ്പെട്ടു പോകും, കുറേ ദുശീലങ്ങൾ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അത് നല്ലതല്ലേ? കുറേ കുടുംബ കലഹങ്ങളും കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകും. പക്ഷെ നമുക്ക് ലഭിക്കാൻ പോകുന്നതോ വലിയ നന്മകൾ, ഏറ്റവും വലിയ നന്മയായ നിത്യജീവൻ്റെ ആ ഉറപ്പും നിർണയവും. കർത്താവിന് സ്തോത്രം. ഈ കുഷ്ഠരോഗികൾ അവർ ഇറങ്ങി പുറപ്പെട്ടു. അതൊരു നല്ല ലക്ഷണമാണ്. ആത്മീയ ജീവിതത്തിലെ അനുഗ്രഹത്തിന് ജീവനുള്ള ദൈവം ഭൗതികമായി പോലും നമ്മെ അനുഗ്രഹിക്കേണ്ടതിന് ഇറങ്ങി പുറപ്പെടണം. നമ്മുടെ ഭാഗത്തു നിന്ന് അത് വേണം. ഞാൻ ഇരിക്കുന്നിടത്തേക്ക് ദൈവം ഒന്ന് വേണമെങ്കിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ, മോനെ, ചിലപ്പോൾ നീ അവിടെ ഇരുന്നു പോകും. അതുകൊണ്ട് നീ ആവശ്യക്കാരനാകുക, നീ ഒരു വിശ്വാസിയാകുക. ജീവനുള്ള ദൈവത്തെ വിശ്വസിച്ച് ഈ പാവപ്പെട്ട കുഷ്ഠരോഗികൾക്കുള്ള കാഴ്ചപ്പാട് പോലും ഇല്ലാത്ത അനേകായിരങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർക്ക് എന്തൊരു നല്ല കാഴ്ചപ്പാടാണ്. അവരിറങ്ങി പുറപ്പെട്ടു. സ്തോത്രം. ദൈവനാമോത്തപ്പെടട്ടെ. ഹല്ലേലൂയ. അവർ പറയുകയാണ്, പട്ടണത്തിൽ ചെല്ലുക എന്ന് വെച്ചാൽ, പട്ടണത്തിൽ ക്ഷാമമായിരിക്കുകൊണ്ട് നാം അവിടെ വെച്ച് ചിലപ്പോൾ മരിക്കും, ഇവിടെ പാർത്താലും മരിക്കും. അതുകൊണ്ട് വരിക, നമുക്ക് അരാമയ പാളയത്തിൽ പോകാം. അവർ നമ്മെ ജീവനോടെ വെച്ചാൽ നാം ജീവിച്ചിരിക്കും, അവർ നമ്മെ കൊന്നാൽ നാം മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ അരാം പാളയത്തിൽ പോകുവാൻ സന്ധ്യാസമയത്ത് പുറപ്പെട്ടു. അരാം പാളയത്തിൽ അറ്റത്ത് വന്നപ്പോൾ അവിടെ ആരെയും കാണുവാനില്ല. എന്താണ് സംഭവിച്ചത്? കർത്താവ് അരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെയും ആരവം കേൾപ്പിച്ചതുകൊണ്ട് അവർ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രായേൽ രാജാവ് ഹിത്യ രാജാക്കന്മാരെയും മിസ്രൈം രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു.
ശത്രു സൈന്യത്തിൻ്റെ മേലൊരു ഭീതി അയക്കുകയാണ് ദൈവം. അതെ മകനെ, നിനക്കെതിരായി വരുന്ന ഒരായുധവും ഫലിക്കില്ലെന്ന് ദൈവത്തിൻ്റെ വചനമുണ്ട്. അവർ ഒരു വഴിയായി വരും, അവർ 7 വഴിയായി മടങ്ങിപ്പോകും. അതൊരു മറ്റൊരു വാഗ്ദത്തമാണ്. യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവത്തിൻ്റെയും മേൽ ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തമാണ്. മകനെ, നിനക്കെതിരായി അനേകർ ആയുധം പ്രയോഗിക്കും, പക്ഷേ അതൊന്നും ഫലിക്കുകയില്ല. ഫലിക്കാതിരുന്നാൽ പോരെ, നീ എന്തിനു പേടിക്കണം എന്ന് അനേകർ എനിക്കെതിരായി ആരൊക്കെയോ കൂടോത്രം ചെയ്തിരിക്കുന്നു, മന്ത്രവാദം ചെയ്തിരിക്കുന്നു, ആഭിചാരം ചെയ്തിരിക്കുന്നു, പേടിച്ചു കഴിയുന്നു. ദൈവമക്കളെന്ന് പറയുന്നവർ പോലും പേടിച്ചു കഴിയിരിക്കുന്നു. എൻ്റെ പ്രിയരെ, നിങ്ങൾ എന്തിന് ആഭിചാരത്തെ പേടിക്കണം? എന്തിന് മന്ത്രവാദത്തെ പേടിക്കണം? നമ്മുടെ ദൈവം വലിയവനല്ലേ, ദൈവം സർവശക്തനല്ലേ. ദൈവത്തിന് അസാധ്യമായത് എന്തുണ്ട്? ദുഷ്ടനായ പിശാച് അവൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കും, മന്ത്രവാദി അവൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കും, ആഭിചാരകൻ അവൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കും. മകനെ, നീ ചെയ്യേണ്ടത് നിൻ്റെ പണി ചെയ്യേ. നീ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ജീവന ദൈവത്തെ ആരാധിക്കുക. നീ ഇറങ്ങി പുറപ്പെടുക, കർത്താവിന് വേണ്ടി തലമുറയിൽ നിൽക്ക്. നിൻ്റെ കാര്യം സ്വർഗത്തിലെ ദൈവം ഏറ്റെടുക്കുമെന്നുള്ള സത്യം ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ. ഹല്ലേലൂയ. അരാമ്യ സൈന്യത്തെ ദൈവം ഓടിച്ചു. ശമര്യക്കാർ വല്ലതും ചെയ്തു? ശമര്യ രാജാവ് വല്ലതും ചെയ്തു? ഇല്ല. ഈ കുഷ്ഠരോഗികളും വല്ലതും ചെയ്തു? ഇല്ല. പക്ഷേ കാറ്റ് കാണുകയില്ല, കോള് കാണുകയില്ല, കുഴികൾ നിറയും. സ്തോത്രം. കാറ്റ് വേണമെന്നില്ല മകനെ. നിൻ്റെ സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിക്കപ്പെടാൻ നീ പ്രത്യേകിച്ചൊന്നും ചെയ്യണമെന്ന് പോലുമില്ല. നിൻ്റെ പേഴ്സ് നിറയ്ക്കാൻ ദൈവത്തിന് കഴിയും. അതിന് കാറ്റ് വേണമെന്നില്ല, കോള് വേണമെന്നില്ല, കുഴികൾ വെട്ടണം. കുഴികൾ ദൈവം നിറയ്ക്കും. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാലത്രേ. ജീവനുള്ള ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. യുദ്ധം യഹോവയ്ക്കുള്ളത്. ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നാം വെറുതെ യുദ്ധം ചെയ്യാൻ പോകണ്ട. നമുക്ക് വേണ്ടി ജീവനുള്ള ദൈവം യുദ്ധം ചെയ്യും. ആ ഒരു വിജയത്തിൻ്റെ കഥയാണ് രാജാക്കന്മാരുടെ 2-ാമത്തെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ ഒടുവിലും 7-ാം അധ്യായത്തിലും നിറഞ്ഞു നിൽക്കുന്നത്. ശമരിയെ മഹാക്ഷാമത്തിലേക്ക് നയിച്ച ബെൻഹദദ് എന്ന അരാമ്യ രാജാവിൻ്റെ സൈന്യത്തെ മുഴുവൻ ഭയപ്പെടുത്തി ദൈവം ഓടിച്ചു. കർത്താവിന് സ്തോത്രം. രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിൻ്റെയും ആരവം കേൾപ്പിച്ചാണ് ദൈവം ഓടിച്ചത്. ദൈവം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയില്ല. ദൈവം ചിലപ്പോൾ നേരിട്ടിറങ്ങി വരും. ദൈവം ചിലപ്പോൾ ശബ്ദം കേൾപ്പിക്കും. ദൈവം ചിലപ്പോൾ തൻ്റെ ദൂതനെ അയക്കും. ദൈവം തൻ്റെ സൈന്യത്തെ അയക്കും. ദൈവം തൻ്റെ മാലാഖമാരെ അയക്കും. എങ്ങനെ പ്രവർത്തിച്ചാലും ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതെ, ഒരപ്പൻ തൻ്റെ മകന് വേണ്ടി മകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെയോ അതിലുപരിയായോ ജീവനുള്ള ദൈവം തനിക്ക് വേണ്ടി ജീവിതം വേർതിരിച്ച തൻ്റെ പ്രിയ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ സത്യങ്ങൾ. ഈ സത്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് മകനെ, പ്രിയമകളെ, നിൻ്റെ ജീവിതത്തിൽ ഇന്ന് നിനക്കെതിരായി പോരാടുന്ന എല്ലാറ്റിൻ്റെ മേലും വിജയം തരാൻ യേശു ക്രിസ്തുവിന് കഴിയും. നീ ഇന്ന് പരാജയപ്പെട്ട് കിടക്കണ്ട. നിൻ്റെ കൈകളിൽ വിജയത്തിൻ്റെ ദീപശിഖ തന്ന് വിജയശ്രീലാളിതനായി ആനന്ദത്തിൻ്റെ ആരവം മുഴക്കിക്കൊണ്ട്, സ്തോത്ര സ്തുതികൾ മുഴക്കിക്കൊണ്ട്, ആരാധനയുടെ ശബ്ദം മുഴക്കിക്കൊണ്ട് ഈ തലമുറയിൽ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയാകുവാൻ നിങ്ങളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നു. ജയത്തിൻ്റെ സാക്ഷിയാകാൻ വിളിച്ചിരിക്കുന്നു എന്നുള്ള ആ വലിയ സത്യം പറഞ്ഞുകൊണ്ട് ദൈവനാമത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? തീർച്ചയായും താഴെ കാണുന്ന നമ്പറുകളിൽ, പല നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീം എല്ലാ ദിവസവും വെളുപ്പിന് 4:30 അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രെയർ ഡെസ്കിലുള്ള ദൈവമക്കൾ നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. തീർച്ചയായും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.